നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ISL ഇന്നലെ 2 കരുത്തരായ ടീമുകളുടെ മത്സരങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2 മത്സരങ്ങളാണ് ഇന്നലെ നടന്നത്. ആദ്യ മത്സരത്തിൽ ഒഡീഷ FC വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരമായിരുന്നു. ആ മത്സരത്തിൽ 4 ഗോളുകൾക്ക് വമ്പൻ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒഡീഷ FC. ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് ഒഡീഷ FC നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ജംഷഡ്പൂർ FC ആകട്ടെ ആദ്യമേ തന്നെ ഗോളടിച്ചു, എന്നിട്ട് പോലും വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. 23-ാം മിനിറ്റിലായിരുന്നു ജംഷഡ്പൂർ FC ഗോൾ നേടിയത്. റേ എന്ന് പറയുന്ന താരമാണ് ഗോളടിച്ചു കൊടുത്തത്. ഒഡീഷ FCക്ക് വേണ്ടി 27-ാം മിനിറ്റിൽ ഐസക് എന്ന് പറയുന്ന താരം ഗോളടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ റോയ് കൃഷ്ണയുടെ വക 36-ാം മിനിറ്റിലും 45-ാം മിനിറ്റിലും, അതേപോലെ തന്നെ ഡീഗോ മോറിഷോ 47-ാം മിനിറ്റിലും പെനാൽറ്റികളിലൂടെ ഗോൾ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഒഡീഷ FC 4-1 എന്ന നിലയിൽ വിജയം കരസ്ഥമാക്കിയത്. രണ്ടാമത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേഴ്സസ് FC ഗോവ മത്സരമായിരുന്നു. മുൻപന്തിയിൽ നിന്ന് FC ഗോവയെ 1 ഗോൾ തിരിച്ചടിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആ മത്സരം സമനിലയിൽ പിടിക്കുക തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പോയിൻ്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. എന്തായാലും ആരാധകരെ സംബന്ധിച്ചോളം സന്തോഷ വാർത്തയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പോൾ ഒരു വമ്പൻ റൂമർ എത്തിയിരിക്കുകയാണ്. അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനായി അൽവാരോ വാസ്ക്വിസ് വരുന്നു എന്ന് 100% ഉറപ്പിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻതാരമായ അൽവാരോ വാസ്ക്വിസ് സ്പാനിഷ് ക്ലബിനു വേണ്ടി പന്ത് തട്ടുകയായിരുന്നു. 7 മത്സരങ്ങളിൽ നിന്ന് താരത്തിന് 1 ഗോളോ 1 അസിസ്റ്റോ നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അൽവാരോ വാസ്ക്വിസ് സ്പാനിഷ് ക്ലബ്ബ് ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. എന്തായാലും താരം നിലവിൽ ക്ലബ്ബ് വിട്ടതിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ താരം വരാൻ പോകുന്നുവെന്നാണ് ആരാധകർ ഇപ്പോൾ കരുതിയിരിക്കുന്നത്. എന്തായാലും അത് ചെറുതായിട്ട് നടക്കാനും സാധ്യതയുണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ അൽവാരോ വാസ്ക്വിസിന് താല്പര്യമുള്ള താരമായിരുന്നു. എന്തായാലും അൽവാരോയുടെ തിരിച്ചുവരവാണെങ്കിൽ ഒരു മികച്ച കോംബോനെ തന്നെ നമുക്ക് ജനുവരിയിൽ മുതൽ കാണാൻ സാധിക്കും. വീഡിയോ ഇവിടെ ചേർത്ത്